بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മസലയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാധാരണഗതിയിൽ റമദാനിലും അല്ലാത്ത ദിവസങ്ങളിലും വെള്ളിയാഴ്ചകളിലുമൊക്കെ മരണപ്പെട്ടുപോയ നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ ഖബറുകൾ നമ്മൾ സിയാറത്ത് ചെയ്യാറുണ്ട്. വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ചും അതിന് ഒരുപാട് ശ്രേഷ്ഠത ഉണ്ട്. വ്യാഴാഴ്ച മുതൽ അത് ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ കിതാബുകളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളും സമയങ്ങളൊക്കെ വളരെ നിർണായകമാണ്. നമ്മൾ അവരെ സന്ദർശിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. അവർ നമ്മളെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നവർ കൂടിയാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. വെള്ളിയാഴ്ച സിയാറത്തിനെ സംബന്ധിച്ച് ഷെർവാനിയിൽ കാണാം, 3-ാം വാള്യം 200-ാമത്തെ പേജിൽ, എഴുത്താദന്നാസു സിയാറത്തൽ ഖുബൂരി സ്വബേഹത്തൽ ജുമുഅത്തി. ജുമുഅയുടെ പ്രഭാതത്തിൽ ഖബർ സിയാറത്ത് ജനങ്ങൾ പതിവാക്കിയ ഒരു സംഗതിയാണ്. വയുംകിനു അൻ യുവജ്ജഹ ബി അന്നൽ അർവാഹ തഹ്ലുറുൽ ഖുബൂറ മിൻ അസ്രിൽ ഖമീസി ഇല ഷംസി സബ്തി. വ്യാഴാഴ്ച ദിവസത്തെ അസർ മുതൽ ശനിയാഴ്ചയുടെ സൂര്യ ഉദയം വരെ ഖബറുകളിൽ അർവാഹുകൾ അവരുടെ ഹുദൂരിയത്തുണ്ടാവും, അവർ ഹാജറാകും. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച അസറിൻ്റെ ശേഷം മുതൽ വെള്ളിയാഴ്ച പകൽ മുഴുവനും രാത്രിയുമൊക്കെ സിയാറത്ത് ചെയ്യുന്നതിന് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് എന്ന് മഹാനായ ഷെർവാനി ഇമാം രേഖപ്പെടുത്താണ്. ഫഖസ്സു യൗമൽ ജുമുഅത്തിൽ അന്നഹു തഹ്ലുറുൽ അർവാഹ ഫീഹി. ജുമുഅൻ്റെ ദിവസം പ്രത്യേകിച്ചും ഖബർ സിയാറത്ത് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം അന്ന് ആ ഖബറിൽ ആ അർവാഹുകൾ തീർച്ചയായിട്ടും ഹാജറാകും എന്നതുകൊണ്ടാണ്. പ്രത്യേകമായി ഹാജറാകും. മറ്റുള്ള സമയങ്ങളിലൊക്കെ അവർക്ക് ഖബറുമായിട്ടൊരു ബന്ധം ഉണ്ടാവും. അഥവാ നമ്മളെപ്പോഴും സലാം പറഞ്ഞാൽ ഖബറാളികളത് മടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഖബറുമായിട്ടൊരു ബന്ധം അവർക്കുണ്ടാവും. ആ ബന്ധം ഉണ്ടെങ്കിലും വ്യാഴാഴ്ച അസർ മുതൽ ശനിയാഴ്ച പ്രഭാതം വരെ അവരുടെ അർവാഹുകൾ ഖബറിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ചകളിലൊക്കെ ചെന്നൊരു സലാം പറയുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഖബറിൻ്റെ അടുക്കൽ എപ്പോഴും ചെല്ലുന്നത് ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണോ അവരോട് നമ്മൾ കണ്ടിരുന്നത് അതുപോലെ ആദരവോടും ബഹുമാനത്തോടും കൂടി അവരെ ഖബറിൻ്റെ സമീപത്ത് നമ്മൾ ചെല്ലുന്നതും നമ്മൾ സലാം പറയുന്നതും എല്ലാം അവർ കേൾക്കുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ ഖബറിനെ പൂർവികരായ നമ്മുടെ വാപ്പമാർ, നമ്മുടെ ഉമ്മമാർ, അവരുടെയൊക്കെ ഖബർ നമ്മളൊരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ആ ഖബർ എപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. എന്നാൽ അമിതമായിട്ട് ഖബറുമായി ബന്ധപ്പെടുന്ന ചില പ്രവർത്തികൾ കൂടി നമുക്കിടയിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഖബറിൻ്റെ അവിടെ ചന്ദനത്തിരി കൊടുന്ന് കത്തിച്ചു വെക്കുന്ന പ്രവണത, ഖബർ വൃത്തിയായി അടിച്ച് വൃത്തിയാക്കി നല്ല ക്ലീനാക്കി ശുദ്ധീകരിച്ചിടുന്ന പ്രവണത, പുല്ലൊക്കെ പറിച്ച് വളരെ ക്ലീനാക്കിയിടുക, ഇങ്ങനെയൊക്കെയുള്ള ചില സംഗതികൾ വ്യാപകമായി നമുക്കിടയിൽ ഉണ്ട്. അതൊക്കെ തെറ്റാണ്. നിങ്ങൾ ഒരു 10-30 വർഷം മുമ്പത്തെ പള്ളിക്കാടിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. പള്ളിക്കാട് എന്നാണ് പറയുക, അഥവാ കാട് പിടിച്ച് കിടക്കായിരിക്കും. ഇന്നത്തേക്കാളേറെ ഖബർ സിയാറത്തുകളുള്ള കാലമാണത്. ഇന്നിപ്പോൾ കുറേ ആൾക്കാർ ഖബർ സിയാറത്ത് ചെയ്യേണ്ടതില്ല, അതിൽ കാര്യമില്ല എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാർ നമുക്കിടയിലുണ്ട്. പക്ഷെ പൂർവികരായ ആളുകൾ അങ്ങനെ ആയിരുന്നില്ല. അവർ ഖബർ സിയാറത്തിനെ വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അന്ന് കാടുകളാണ്, പള്ളിക്കാട് നിറച്ച് കാട് പിടിച്ചിട്ടുണ്ടാവും. എന്താ കാരണം? ഖബറിൻ്റെ മുകളിലുള്ളതോ ഖബറിൻ്റെ പരിസരങ്ങളിലുള്ളതോ ഒന്നായ ചെടികളൊന്നും അവർ പറിക്കാറുണ്ടായിരുന്നില്ല. ഫിഖ്ഹിൽ വളരെ വ്യക്തമായി ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഒന്നിലേറെ കിതാബുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഖബറിൻ്റെ മുകളിലുള്ള സകല പുല്ലുകളും ഖബറാളിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കും, പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഖബറിൻ്റെ മുകളിലെ പുല്ല് പറിച്ച് നാശാക്കരുത്. അത് 2 തലക്ക കുത്തിയ ചെടി മാത്രമല്ല, അതിൻ്റെ മുകളിൽ താനേ മുളച്ചതൊക്കെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. പിന്നെ അവിടെ തീ കത്തിച്ച് വെക്കുന്നൊരു പ്രവണത, അഥവാ ചന്ദനത്തിരി കത്തിച്ച് വെക്കുക, ഇതും ഫിഖ്ഹ് നിരോധിച്ചിട്ടുണ്ട്. ഖബറിൻ്റെ അവിടെ ചന്ദനത്തിരി കത്തിച്ച് വെക്കുക, ഒരു ഖബറിൻ്റെ ഒരു അമിതമായ ആദരവ് കൊടുക്കുക. അമിതമായ ആദരവ് എന്ന് പറഞ്ഞാൽ ഖബറിലുള്ള നമ്മളെ പിതാവിൻ്റെ ഖബറാണ്, ആ പിതാവിനോടുള്ള ഒരു ആദരവ് പറ്റും. അതല്ലാതെ ഖബറിൻ്റെ മീസാൻ കല്ല് തൊട്ട് ചുംബിക്കുക, ഹജറുൽ അസ്വദൊക്കെ ചുംബിക്കുന്നത് പോലെ മീസാൻ കല്ല് തൊട്ട് ചുംബിക്കുക. അതുപോലെ ഈ ചന്ദനത്തിരി കത്തിച്ച് വെക്കുക, അടിച്ച് വൃത്തിയാക്കി തുടച്ച് ക്ലീനാക്കി ഇടുക.
ഇങ്ങനെയുള്ള ഒരു അമിതമായ ഒരു ആത്മീയത ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോർമൽ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഒരിക്കലും അമിതമായിട്ടുള്ള മീസാൻ കല്ല് തൊട്ട് ചുംബിക്കുന്നതൊക്കെ തെറ്റാണ്. കാരണം ഹജറുൽ അസ്വദ് അങ്ങനെ ചെയ്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ കല്ലിൻ്റെ പ്രാധാന്യവും നമുക്കറിയാം, അത് ശ്രേഷ്ഠമാണ്. പക്ഷേ അത് ആ കല്ലിൻ്റെ പ്രത്യേകതയാണ്. വാപ്പാൻ്റെ തലയുടെ ഭാഗത്തും കാലിൻ്റെ ഭാഗത്തും കുത്തിയ കല്ല് ഖബർ തിരിച്ചറിയാൻ വേണ്ടി കുത്തിയതാണ്. നബി അങ്ങനെ തന്നെ പറഞ്ഞ ഹദീസുണ്ട്. ഇത് ഖബർ തിരിച്ചറിയാനാണ്, ഇതിൻ്റെ വാപ്പാൻ്റെ ഖബറാണ്, അതിനു വേണ്ടിയാണ് അതിന് പേര് കുത്തിവെച്ചത്. വാപ്പാൻ്റെ ഖബറാണ് തിരിച്ചറിയാൻ വേണ്ടി കല്ലുത്തിയതാണ്. ആ കല്ലും വാപ്പയും തമ്മിൽ എന്താണ് ബന്ധം? അപ്പോൾ ആ കല്ല് തൊട്ട് ചുംബിക്കുമ്പോൾ അത് ഉപ്പാനെ തൊട്ട് ചുംബിക്കുന്നത് പോലുള്ള ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചെയ്യണത്. ശർഅ് അതിനെ വിമർശിച്ചിട്ടുണ്ട്. തുഹ്ഫയിലടക്കം ഷർവാനിയൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് അനാചാരമാണ്. ഖബറിൻ്റെ മീസാൻ കല്ല് തൊട്ട് ചുംബിക്കുന്ന പ്രവണത തെറ്റാണ്. അമിതമായിട്ട് അത് അടിച്ച് വൃത്തിയാക്കി പുല്ലൊക്കെ പറിച്ച് അതും തെറ്റാണ്. ആ പുല്ല് കൊണ്ട് അവർക്ക് ഉപകാരമുണ്ട്. പിന്നെ നമ്മളെന്തിനാണ് അതിങ്ങനെ വൃത്തിയാക്കിയിട്ട് ക്ലീനാക്കി ഇടുന്നത്, ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്നത്? എന്താണ് അതിൻ്റെ ആവശ്യം? എന്താണ് ഖബറിൻ്റെ അവിടെ ചന്ദനത്തിരി കത്തിച്ച് വെക്കൽ കൊണ്ട് എന്താണ് പുണ്യം? അങ്ങനെ ഒരു പുണ്യം ശറയിലെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മഹാന്മാരുടെ ഖബറിൻ്റെ അവിടെ വിളക്ക് കത്തിച്ച് വെക്കുന്നു, മഹാന്മാരുടെ ഖബറിൻ്റെ അവിടെ സുഗന്ധം ഉപയോഗിക്കുന്നു, അതിനൊക്കെ പുണ്യമുണ്ട്, അതൊക്കെ ശ്രേഷ്ഠവുമാണ്. പക്ഷെ അതേസമയം സാധാരണ ഖബറുകളും ഇങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ അതുകൊണ്ടൊക്കെ ആവശ്യമില്ലാത്ത കുറേ വിശ്വാസങ്ങൾ മതത്തിൽ കയറിക്കൂടും. അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക. ഖബറാളിയെ സിയാറത്ത് ചെയ്യുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരെ ഓർക്കുക, അവർക്ക് വേണ്ടി നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന സ്വതക്കകളും ദാനധർമ്മങ്ങളൊക്കെ ഈ മാസം അധികരിപ്പിക്കുക. അള്ളാഹു അവരോട് കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.